ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മഷ്റൂം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടും കുറച്ച് എണ്ണയിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇങ്ങനെ ആൾക്കാരുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരു രീതിയിലുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള ഒരു 2 സവാളയും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേ. സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 കാഷ്യൂ നട്ടും കൂടെ, കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് കാഷ്യൂ നട്ട് ഇടുന്നത്. അതും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ പുതിനയില ഒരു 5-10 എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും. ഇതൊരു ഗ്രീനിഷും ബ്രൗണിഷും ഒക്കെ ആയിട്ടൊരു കളറിലായിരിക്കും കറി വരുന്നത്. റെഡ് കളറല്ല, ഒരു ബ്രൗണിഷ് കളറിലായിരിക്കും കറിയുടെ കളർ വരുന്നത്. അപ്പം അത് ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ജീരകം. അപ്പം ജീരകപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ ഗരം മസാല ഇടുക. ഞാനിവിടെ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇവരുടേതായ ഒരു മസാലയുണ്ട്, അതും ചേർക്കും. നമുക്കിപ്പം അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ മിക്സഡ് ജാറിലോട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി അതിൻ്റെ എല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ നമ്മൾ വഴറ്റിയ ആ പാനിൽ തന്നെ അരച്ച മിശ്രിതം ഉണ്ടല്ലോ, അരച്ച അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന മഷ്റൂമും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കുക. നമുക്ക് കറിയുടെ ചാറിനനുസരിച്ച് പറ്റിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് കുറുക്കിയാണ് എടുക്കുന്നത്, അപ്പോൾ ഞാൻ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ക്രീമല്ല ചേർക്കുന്നത്, തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കറിയുടെ കൊഴുപ്പിനനുസരിച്ചും തൈരിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പരുവാണോ ഇല്ലയോ എന്ന്. എന്നിട്ട് തൈര് പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്